ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പക്കാവട ഉണ്ടാക്കാം. അതിന് വേണ്ടി കടലമാവ് എടുക്കാം. പിന്നെ 1 കപ്പ് കടലമാവ്, ഒരു 1.5 കപ്പ് കടലമാവ് എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ കായപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഈ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 സ്പൂണോളം ചേർക്കാം. കുറച്ച് വെളുത്തുള്ളി അരച്ചതുണ്ട്, അതുകൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിയെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ ലൂസായിട്ടിരിക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. മാവ് കയ്യെ പറ്റുന്നെങ്കിൽ ശകലം വെളിച്ചെണ്ണ കയ്യെ തടവിയിട്ട് നമുക്കത് നല്ല പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. ഈ പരുവം മതി. ഇത് നമുക്കിനി ഞാൻ പക്കാവടയുടെ ചില്ലായിട്ടിരിക്കുന്നത് ഇതിനകത്ത്, ഈ ഇടിയപ്പത്തിൻ്റെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് പക്കാവടയുടെ മാവ് പീച്ചി ഒഴിക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ കോരിയെടുക്കാം. പക്കാവട എല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.